യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ യൂണിയനെതിരെ വീണ്ടും അധിക താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന് $3500 കോടി പിഴ ചുമത്തിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. പിഴ ചുമത്തിയ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വിവരങ്ങൾ. നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ചില താരിഫുകൾ ചുമത്തുകയും തുടർന്ന് ചർച്ച നടത്തുകയും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയുമായുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അത്തരത്തിലുള്ള അധിക താരിഫ് പിൻവലിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 15% താരിഫായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിനെതിരെ യൂറോപ്യൻ യൂണിയൻ $3500 കോടി പിഴ ചുമത്തിയത്. ഈ പിഴ ചുമത്തിയതിന് കാരണം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ വിപണിയിലെ സ്വാധീനവും അതുപോലെ തന്നെ മറ്റു സ്വാധീനങ്ങളും ഉപയോഗിച്ച് വിപണിയിലെ തന്നെ ശക്തമായ സ്വാധീനമുള്ള സ്ഥാപനമായ ഗൂഗിൾ ആ സ്വാധീനം ഉപയോഗിച്ച് തങ്ങളുടെ തന്നെ പരസ്യ പോർട്ടലുകൾക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകുകയും അതിന് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തു എന്നതാണ്. അത് നാട്ടിലെ മത്സരക്ഷമമായി വ്യവസായങ്ങളും അതുപോലെ തന്നെ അനുബന്ധ സേവനങ്ങളും നിലനിർത്തുന്നതിന്റെ ലംഘനമായ നിയമത്തിന്റെ ഭാഗമായാണ് ഈ പിഴ ചുമത്തിയത്. 2021 മുതൽ ഇത് സംബന്ധിച്ച അന്വേഷണം യൂറോപ്യൻ യൂണിയൻ തുടരുന്ന ഒരു പശ്ചാത്തലത്തിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം നടന്നത്. എന്നാൽ ഈ $3500 കോടി എന്ന് പറയുന്നത് സ്വാഭാവികമായും അമേരിക്കയിൽ എത്തേണ്ട നിക്ഷേപമാണ്. അത്തരത്തിൽ വലിയ തോതിൽ അമേരിക്കയിൽ എത്തേണ്ട നിക്ഷേപത്തെ തടഞ്ഞു വെക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഈ അധികമായി ചുമത്തിയ ഈ പിഴ അല്ലെങ്കിൽ ഈ തെറ്റായ രീതിക്ക് ചുമത്തിയ ഈ പിഴ അടിയന്തരമായി ഗൂഗിളിന്റെ ഗൂഗിളിനെതിരായ ഉണ്ടായ നടപടി പിൻവലിച്ചില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് നീങ്ങും. അത് അധിക താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് വലിയൊരു വെല്ലുവിളിയായി തന്നെ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭാരതവുമായി അടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. സ്വാഭാവികമായും ഇക്കഴിഞ്ഞ ദിവസമാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ അധ്യക്ഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്തുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അധിക താരിഫ് ചുമത്താനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ പ്രതിരോധം സൂക്ഷിക്കുക എന്നതിന്റെ ഭാഗമായി കൂടിയാണ് യൂറോപ്യൻ യൂണിയന്റെ നീക്കമുണ്ടായത്. ഇതെല്ലാം തന്നെ ട്രംപിനെ ചൊടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ ആപ്പിളിനും ഇതുപോലെ തന്നെ തെറ്റായ ബിസിനസ് കീഴ്വഴക്കങ്ങൾക്കെതിരെ കടുത്ത നടപടി യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഒരു പ്രകോപനമായി ഏറ്റെടുത്താണ് ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ തുക പിഴയായി ഈടാക്കാനുള്ള നീക്കം തടയുക തന്നെ വേണമെന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ US ട്രേഡ് സാങ്ഷൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് കടുത്ത നടപടിയിലേക്ക് നീങ്ങും. അതായത് ഭാരതത്തിന് ചുമത്തിയതുപോലെ അധിക താരിഫ് ചുമത്താൻ തന്നെ നീക്കം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നീലിമ.